ചാലിശ്ശേരിക്കാരുടെ പൂരാഘോഷത്തിന് പതിർവാണിഭത്തോടെ തുടക്കമായി. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതുന്ന ചാലിശ്ശേരി മുലയംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തട്ടകങ്ങളിൽ നിന്ന് ജാതിമത വ്യത്യാസമില്ലാതെ കുടുംബവുമായി ജനം മൈതാനത്തെത്തുന്നത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചയാണ്. ഉത്സവത്തലേന്ന് വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായുള്ള പതിർവാണിഭം നടന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്ത് നിന്ന് ലഭ്യമാണ്. ആദ്യകാലങ്ങളിൽ ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ഇപ്പോൾ പച്ചമത്സ്യമാണ് വിൽപ്പന ഏറെ നടത്തുന്നത്. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത്. ആദ്യകാലങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേര് വന്നത്. കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ പതിർ നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയിലുണ്ടായിരുന്നു. മത്സ്യത്തിനു പുറമെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവ അടക്കമുള്ള വസ്തുക്കളുടെ വൻ വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് നടന്നത്. രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി, ഭൂതം, വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു. ക്ഷേത്രത്തിന് മുൻവശത്ത് ഉത്സവ പ്രേമികൾക്കായി പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കായിരുന്നു. NCV ന്യൂസ്, തൃത്താല.